ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് മിക്സിയിൽ അധികം ഒട്ടിപ്പിടിക്കില്ല. ഇനി ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കര പാനിയാണ്. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 2 or 3 അച്ച് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അപ്പോൾ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഇതുപോലെ നമ്മുടെ ബാറ്ററിലോട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പം തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ചെറിയ കട്ടകളൊക്കെ കാണും. അത് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കട്ടകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതവിടെ കിടന്നോട്ടെ. ഞാൻ ഇതിൽ മുന്നേ 1 കപ്പ് പച്ചരി വെച്ചിട്ട് ഇതേപോലുള്ള ഒരു അപ്പം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു ഹെൽത്തി സ്നാക്ക് എന്ന നിലയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഈ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്തു മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി കുറച്ചധികം ചേർത്താലും ഇത് നെയ്യിലിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഈ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതും ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് രണ്ടും തേങ്ങാക്കൊത്തും ഈ ചെറിയുള്ളിയും നെയ്യിൽ വറുത്തത് നമ്മുടെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണ്. അതല്ല എങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. അതിനായിട്ടൊരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും നെയ്യിൽ ചുട്ടെടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1.5 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഗോതമ്പ് പൊടിയാണ്, വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ലതുപോലെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പവും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് പാനിലോട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് നേരത്തേക്ക് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചരി വെച്ചിട്ട് തയ്യാറാക്കുന്ന അപ്പത്തിനേക്കാളും കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ. അത് നമ്മൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാ അപ്പവും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. അപ്പോഴായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ചേർക്കുന്ന തേങ്ങാക്കൊത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ അളവ് കുറച്ചൊന്ന് കുറച്ചോളൂ. കാരണം അവർക്കൊക്കെ മിക്കവാറും അതൊന്നും ഇഷ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവരും നല്ല ഇഷ്ടത്തോടു കൂടി ഇത് കഴിച്ചോളും. കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്കിതിങ്ങനെ നുള്ളി വായിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അത്രക്കും സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണിത്.
നമ്മൾ പച്ചരി വെച്ചിട്ട് തയ്യാറാക്കുന്ന അപ്പത്തിൻ്റെ അത്ര ആരെടുത്തതുപോലെ നമുക്ക് കിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണിത്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി റെസിപ്പി എന്ന നിലയിലാണ് ഗോതമ്പ് പൊടി മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.